ആ പണ്ടാരക്കാർ എഴുന്നേറുന്നു. നമ്മുടെ രാജാ, നമ്മുടെ രാജാ, വായി നോക്കി നടക്കാതെ. നമ്മുടെ രാജാ, നമ്മുടെ രാജാ, കുന്തം വിഴുങ്ങി നിൽക്കാതെ. കുറെ നേരമായി ഇത്രയും പുകഴ്ത്താൻ തുടങ്ങിയിട്ട്. എന്തിനാ ഇത്രയും പുകഴ്ത്തുന്നത്? ഇവിടെ മുഖം കണ്ടപ്പോഴാണ് എനിക്ക് കാര്യം ഓർമ്മ വന്നത്. എന്താണ് കാര്യം? ഇന്ന് കൊട്ടാരത്തിലെ പട്ടികൾക്ക് ബിസ്ക്കറ്റ് വാങ്ങിയില്ല. അതവിടെ നിൽക്കട്ടെ. എനിക്ക് 2 ചെരുപ്പുകൾ വാങ്ങാൻ പറയുന്നത് എന്തായി? ചെരുപ്പിന്റെ അളവ് ഇതിലായിട്ട് കിട്ടിയിട്ടില്ല. അതിനൊരു റബ്ബർ ബാൻഡിന്റെ കാര്യം പോരായി? അതെങ്ങനെ? ചെറിയ ചെരുപ്പിന് ഇങ്ങനെ, വലിയ ചെരുപ്പിന് ഇങ്ങനെ. ഉടുക്കലത്തെ മണ്ടൻ ബുദ്ധി. അതാണ് ഈ ചന്ദനത്തിരി, കോലോത്തിരി, മെഴുകുതിരി തമ്പുരാൻ. രാവിലെ ഞാൻ എണീച്ചപ്പോ കണ്ണാടികൾ വേണ്ടി ഒരു വലിയ ദ്വാരം. എന്നിട്ട് വാടിച്ചപ്പോ അത് പോയി പോകും. അതുകൊള്ളാം. പിന്നെ എന്താണോ എഴുന്നള്ളിയത്? കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിൽ നിന്ന് 500 രൂപ കിട്ടിയിട്ടില്ല. കേൾക്കാൻ വയ്യ. 500 രൂപ കേൾക്കാൻ വയ്യ. 500 രൂപ. ഒരു കാര്യം ചെയ്യും, ഇപ്പോഴത്തെ ചെവിയിൽ വന്ന് പറ. 5000 രൂപ ഇങ്ങോട്ട് 500 രൂപയുടെ ചെവിയിൽ വന്ന് പറ. അന്നേരം കുറച്ചുകൂടെ കേൾക്കാം. 500 രൂപ താ ഇങ്ങോട്ട്. എന്നാ നിന്റെ 500 രൂപ. ഇത് പന്നോട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് ഞാൻ നോക്കിയത് ഒറിജിനൽ നോട്ട് തന്നെ. അല്ല, ഇത് പന്നോട്ട് തന്നെ. ഞാൻ കാണിക്കാം. എടാ, ഞാൻ ഈ നോട്ടിൽ അടിച്ചു നോക്കിയപ്പോൾ ഗാന്ധിജി കണ്ണടയ്ക്കുന്നത് ഞാൻ കണ്ടു. സമ്മതിച്ചു ബ്രോ, സമ്മതിച്ചു. അതാണ് ഒടുക്കത്തെ പണ്ടാറോ മണി മണ്ടം കൂടെ ബുദ്ധി. അതാണ് ഈ ചന്ദനത്തിരി, കോലോത്തിരി, മെഴുകുതിരി തമ്പുരാൻ. കൊട്ടാരത്തിൽ കള്ളൻ കയറി. എന്നിട്ട് വിളിക്കൂ, നമ്മുടെ കൊട്ടാരത്തിലെ ഹീറോയ പടയപ്പനെ വിളിക്കൂ. എന്റെ പേര് പടയപ്പ, ഞൊടി ഞൊടി നടയപ്പ, എന്നോട് കളിച്ച അടിയപ്പ. പടയപ്പ, നമ്മുടെ കൊട്ടാരത്തിൽ കള്ളൻ കയറി വിവരം അറിഞ്ഞില്ലേ? അറിഞ്ഞു പ്രഭു, അറിഞ്ഞു. എന്നിട്ട് നീ അവരെ പിടിച്ചില്ലേ? ഞാൻ അവനെ പിടിച്ച് ഓടിച്ചിട്ട് പിടിച്ചു. എന്നിട്ട് അവനെ ഓടിച്ചിട്ട് തല്ലി. പോട്ടടാ പടയാ, പോട്ട്. എങ്ങനെ നമ്മുടെ കൊട്ടാരത്തിൽ കള്ളൻ കയറി? മതിലിന്റെ, നമ്മുടെ കൊട്ടാരത്തിന്റെ മതില്, അതൊരു വലിയൊരു ഏണി ചാരി വെച്ചാണ് അവൻ കയറിയത്. ഒരു കാര്യം ചെയ്യും, ചുറ്റിലുള്ള മതിലുകൾ ഇടിച്ചു കളയട്ടെ. അതെന്തിനാണ് പ്രഭു? ഇനി അവൻ എങ്ങനെ ഏണി ചാരി വെച്ച് കയറുമെന്ന് എനിക്കൊന്നും അറിയണം. ഓ, അങ്ങനെ ബുദ്ധി സമ്മതിച്ചിരിക്കുന്നു. രാജാവ് രാജ്ഞി കാണാൻ വരുന്നു. കടത്തി വിടൂ. സാമ്രാജ്യം വാഴുന്ന രാജാവിന്റെ റാണി, തഞ്ചാവൂർ തിരുവിയ പരദൂഷണത്തിൽ പിടിതി പിടിതി വായ്നോട്ടത്തിൽ സൂപ്പർ കരുതി കർത്താവേ ഈ പുരുഷന്റെ തലേ നീ വെച്ചല്ലോ. മഹാരാജാവേ, എന്താണാവോ? ഇന്നലെ ഒരു മധുര സ്വപ്നം കണ്ടു. ചുമ്മാതല്ല, ഇന്നെ കിടന്നപ്പോ കട്ടിലെ നിറച്ച് മുമ്പായിരുന്നു. എന്താണ് ചോദിക്കുന്നത്? എന്താണാവോ സ്വപ്നം കണ്ടത്? അതെ, ഇന്നലെ ഷാരൂഖ് ഖാൻ എന്റെ അടുത്ത് വന്നു. ഭാഗ്യമായി സൽമാൻ ഖാൻ ആയിരുന്നെങ്കിൽ ഞാനാകെ തെണ്ടിപ്പോയേനെ. അതെ പ്രഭു, എനിക്കൊരു കറുത്ത സാരി വേണം. അതെന്താ ഇപ്പോൾ ഒരു കറുത്ത സാരി? അത് അപ്പുറത്തെ അയൽപക്കത്തിലെ തങ്കപ്പൻ രാജാവിന്റെ ഭാര്യ. അയാള് വെളുത്ത സാരിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് അയാളുടെ മുടിയെല്ലാം വെളുത്താണല്ലോ. അതുകൊണ്ട് അവര് വെളുത്ത സാരി കൊടുക്കുന്നേ. അങ്ങയുടെ മുടിയെല്ലാം കറുത്തതാണല്ലോ. അതുകൊണ്ട് എനിക്കൊരു കറുത്ത സാരി തന്നെ വേണം. ശരി, കറുത്ത സാരി വാങ്ങിത്തരാം. ആ പാണ്ഡ്യാങ്കോടിലെ രാജാവ് ഏത് സാരിയാണാവോ ഉടുക്കുന്നത്? അതെന്താ പ്രഭു? കാരണം അയാളുടെ മുടിയിൽ ഒറ്റ രോമം പോലും ഇല്ല. അതൊക്കെ പോട്ടെ പ്രഭു. നമ്മുടെ
പുത്രന്മാർ പഠനം കഴിഞ്ഞെത്തിയിട്ടുണ്ട്. നമ്മുടെ പുത്രന്മാർ എത്തിയിട്ടുണ്ടോ? എത്തിയിട്ടുണ്ടല്ലേ? വിളിക്കൂ. മക്കളെ, നിങ്ങൾ എല്ലാ അഭ്യാസങ്ങളും